Hello dear students, welcome back. I am Fawaz MP from Universal Institute Kottakkal. 2025 January JEE Main Session 1 ചോദിച്ച ഫിസിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ വൈസ് ആയിട്ട്. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന റിലേറ്റീവ്ലി ചെറിയ ചാപ്റ്റർ ആണ്. അതിൽ നിന്ന് 7 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 10 ഷിഫ്റ്റുകളായിട്ട് 7 ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൻ്റെതായ ഒരു വെയിറ്റേജ് ആണ് EM വേവ്സിനുള്ളത് എന്ന് മനസ്സിലാക്കുക. ഏതായാലും ഡിഫറൻറ്റ് ഷിഫ്റ്റുകളുടെ ഡിഫറൻ്റ് ആയിട്ടാണ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ട് 7 ക്വസ്റ്റ്യൻസേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഷിഫ്റ്റുകൾ എന്തായാലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 1. 29th January shift 1 ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇറ്റ് സീംസ് ലൈക്ക് ആൻ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ ഞാൻ സാധാരണ പറയാറുള്ളത് നിങ്ങൾ റീസൺ കവർ ചെയ്യുക, റീസൺ വായിക്കാതിരിക്കുക. ഓക്കെ, ആദ്യം അസേർഷൻ വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ നോക്കാം. Given below are two statements. One is labeled as assertion and the other is labeled as reason. Assertion. So assertion വായിച്ച് ഒരു കറക്റ്റ് ആണ് എങ്കിൽ അതിൽ കൃത്യമായ ഒരു തീരുമാനത്തിൽ എത്തിയതിന് ശേഷം അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് നമ്മുടെ മനസ്സിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. അതിന് ശേഷം മാത്രമേ റീസൺ വായിക്കാൻ പാടുള്ളൂ. എന്നിട്ട് ആ റീസണും നമ്മൾ കണ്ടുപിടിച്ച റീസണും കമ്പയറബിൾ ആണ് അല്ലെങ്കിൽ അത് തന്നെയാണ് എങ്കിൽ ഓക്കെയാണ്. അതല്ലാതെ നമ്മൾ ആദ്യമേ റീസൺ വായിച്ചു കഴിഞ്ഞാൽ അസേർഷനും വായിച്ചു റീസണും വായിച്ചു കഴിഞ്ഞാൽ റീസൺ ശരിയാണെങ്കിൽ നമുക്കത് റീസൺ ആണെന്ന് തോന്നാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ റീസൺ വായിക്കുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അതിന്റെ മുന്നേ അസേർഷൻ കറക്റ്റ് ആണെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് റീഡ് ദ അസേർഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ക്യാരി എനർജി ബട്ട് നോട്ട് മൊമെന്റം. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ക്യാരി എനർജി എന്ന് പറയുന്നത് ശരിയാണ്, ബട്ട് നോട്ട് മൊമെന്റം അല്ല. ആക്ച്വലി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്നും മൊമെന്റം പി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ഡിവൈഡ് ബൈ സി അല്ലെങ്കിൽ എച്ച് ബൈ ലാംഡ. ഡിബ്രോയിലെ ഇക്വേഷൻ അനുസരിച്ച് മാറ്റർ വേവ്സിനാണ് യൂസ് ചെയ്യുക, ബട്ട് ദ ഇക്വേഷൻ ഇസ് സ്റ്റിൽ വാലിഡ് ഫോർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഓക്കെ, സോ അപ്പോൾ മൊമെന്റും ഉണ്ട് എനർജിയും ഉണ്ട്, അതുകൊണ്ട് നമ്മളെ പണി കുറച്ചും കൂടെ എളുപ്പമായി. കാരണം ഈ പറയുന്ന അസേർഷൻ തെറ്റാണ്. ഓക്കെ, അസേർഷൻ ഇൻകറക്റ്റ് ആണ്. അപ്പോൾ പിന്നെ റീസൺ കറക്റ്റ് ആണോ എന്ന് മാത്രം. അസേർഷൻ ഇൻകറക്റ്റ് ആണെങ്കിൽ ഓപ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോത്ത് ഉള്ളത് പോട്ടെ. അസേർഷൻ ഫോൾസ്, റീസൺ ട്രൂ ഉണ്ട്. അസേർഷൻ ട്രൂ എന്തായാലും ശരിയല്ല. അപ്പോൾ ഇത് തന്നെയാണ് ആൻസർ. അസേർഷൻ ഫാൾസ് ആണെന്ന് പറയുന്ന ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ആക്ച്വലി ഓപ്ഷൻ 3. ലെറ്റ്സ് ചെക്ക് ദ റീസൺ. റീസൺ എന്താണെന്ന് നോക്കാം. റീസൺ പറയുന്നത് മാസ് ഓഫ് ഫോട്ടോൺ ഈസ് 0. യെസ്, റെസ്റ്റ് മാസ് ഓഫ് ഫോട്ടോൺ ഈസ് 0. അല്ലെങ്കിൽ ഫോട്ടോണെ നമുക്ക് മാസ് മാത്രമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് മൊമെന്റ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊമെന്റ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, ബട്ട് you cannot have a rest mass for a photon. So mass of a photon is 0 എന്ന് പറയുന്നത് ശരിയാണ്. Reason is true. Okay, so question number 1, right answer is option 3. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. A plane electromagnetic wave propagates along positive x direction in free space. The components of electric field and the magnetic field vectors associated with the vector in Cartesian frame are. സോ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് ചോദിക്കുന്നത്. പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, വെലോസിറ്റി, ദേ ഫോം എ റൈറ്റ് ഹാൻഡ് സിസ്റ്റം. റൈറ്റ് ഹാൻഡ് സിസ്റ്റം ആണ് അവർ ഫോം ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ക്രോസ് ബി എന്ന് പറയുന്നത് ഇത് വെലോസിറ്റിക്ക് പാരലൽ ആയിരിക്കും. ഇനി അതല്ലെങ്കിൽ ബി ക്രോസ് വി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിന് പാരലൽ ആയിരിക്കും. അല്ലെങ്കിൽ വി ക്രോസ് ഇ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിരിക്കും. സോ അപ്പോൾ ഇതാണ് റൈറ്റ് ഹാൻഡ് സിസ്റ്റം. അതായത് നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ്, അതാണ് റൈറ്റ് ഹാൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എക്സ് ക്രോസ് വൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ക്രോസ് വൈ ചെയ്താൽ സെഡ് കിട്ടും, വൈ ക്രോസ് സെഡ് ചെയ്താൽ എക്സ് കിട്ടും, സെഡ് ക്രോസ് എക്സ് ചെയ്താൽ വൈ കിട്ടും. ഓക്കെ, സോ ആ റൈറ്റ് ഹാൻഡ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, വെലോസിറ്റി, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, വെലോസിറ്റി, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, വെലോസിറ്റി, ഇതിങ്ങനെ ആയിരിക്കണം. ഓക്കെ, അതിൻ്റെ ഓർഡർ മാറാൻ പാടില്ല. സൈക്ലിക് ഓർഡറിൽ റൈറ്റ് ഹാൻഡ് സിസ്റ്റം, റൈറ്റ് ഹാൻഡിന്റെ തമ്പ്, ഇൻഡെക്സ് ഫിംഗർ, മിഡിൽ ഫിംഗർ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് റൈറ്റ് ഹാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ IJKലൊക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ വെലോസിറ്റി ഈസ് അലോങ്, ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വെലോസിറ്റി ഐ ക്യാപ്പിലാണ്. ഓക്കെ, നൗ വെലോസിറ്റി എക്സ് ഡയറക്ഷനിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും വൈയിലും സെഡിലും ആയിരിക്കും. അതിൽ ഏത് വൈ, അപ്പോൾ നമുക്ക് എഴുതാവുന്ന കാര്യം എന്താണ്? ജെ ക്രോസ് കെ എൽ എ ഐ. സോ ഇത് വെലോസിറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വെലോസിറ്റി വരണമെന്നുണ്ടെങ്കിൽ ഇത് ഇലക്ട്രിക് ഫീൽഡും ഇത് മാഗ്നറ്റിക് ഫീൽഡും ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അലോങ് വൈ, മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അലോങ് സെഡ് ആൻഡ് ദ വെലോസിറ്റി ഈസ് അലോങ് എക്സ്. ഓക്കെ, y cross z is equal to x. So electric field is along y, magnetic field is along z. Option 2. Question number 2, the right answer is option 2. Moving on to the next one. Question number 3.
Due to the presence of an electromagnetic wave whose electric component is given by electric field component is given by electric field is equal to 100 sine omega t minus kx. Electric field in the unit Newton per coulomb. A cylinder of length 200 centimeter holds a certain amount of electromagnetic energy inside it. Cylinder in the length 200 centimeter. If another cylinder of same length but half the diameter. So ആദ്യം പറഞ്ഞിരിക്കുന്നതിന്റെ അതേ ലെങ്ത് ആണ് but half the diameter. So length L, area A ആണെങ്കിൽ ഇവിടെ diameter half ആവുമെന്ന് പറഞ്ഞാൽ radius half ആവുന്നു. So area becomes A by 4. Length അത് തന്നെ. Okay. The previous one holds the same amount of electromagnetic energy. So ഈ പറയുന്ന വോളിയത്തിൽ occupy ചെയ്യുന്ന എനർജി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എനർജി എന്ന് പറഞ്ഞാൽ എനർജി ഡെൻസിറ്റി ഇൻറ്റു വോളിയം. സോ രണ്ടിലും ഒരേ എനർജിയാണ്, സെയിം എമൗണ്ട് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദ കറസ്പോണ്ടിങ് ഇ എം വേവ് ഷുഡ് ബി മോഡിഫൈഡ് ആസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, സോ എനർജി ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റത്തിൻ്റെ എനർജി ഡെൻസിറ്റി എന്താ വരിക? ഹാഫ് എപ്സിലോൺ 0 E0 സ്ക്വയർ ഇൻറ്റു വോളിയം എന്ന് പറയുമ്പോൾ A ഇൻറ്റു L ഈസ് ഈക്വൽ ടു ആ കാണുന്നതിൽ E0 എന്ന് പറയുന്നത്, ഈ ക്വസ്റ്റ്യനിൽ E0 എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ നമുക്ക് ഫോർമുല, എനർജി ഡെൻസിറ്റിൻ്റെ ഫോർമുല അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഹാഫ് എപ്സിലോൺ 0 E0 സ്ക്വയർ ഇൻറ്റു ഏരിയ ഇൻറ്റു ലെങ്ത് വോളിയം. ഓക്കെ, സോ ഫസ്റ്റത്തിൻ്റെ എനർജി ഡെൻസിറ്റി ഹാഫ് എപ്സിലോൺ 0 E0 എന്ന് പറയുന്നത് 100 ആണ്. ഇതാ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഈ വാല്യൂ 100 ആണ്. ഓക്കെ, ഇൻറ്റു ഏരിയ ഇൻറ്റു ലെങ്ത്. അപ്പുറത്തും അതേ എനർജിയാണ് ഹാഫ് എപ്സിലോൺ 0 ഇൻറ്റു അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയില്ല, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് നമുക്കറിയില്ല, സ്ക്വയർ ഇൻറ്റു ഏരിയ A by 4, ലെങ്ത് റിമെയിൻസ് ദ സെയിം. അപ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? ഹാഫ് എപ്സിലോൺ 0 ക്യാൻസൽ ചെയ്യാം, AL ക്യാൻസൽ ചെയ്യാം. സോ ലെഫ്റ്റ് സൈഡിൽ 100 സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് E0 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് മീൻസ് E0 ഈസ് ഈക്വൽ ടു 200. അതായത് ആംപ്ലിറ്റ്യൂഡ് 200 ആവും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഓപ്ഷൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 400, 50, 200, 25. സോ ദ ആംപ്ലിറ്റ്യൂഡ് 200 ആവുന്ന കേസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. ക്വസ്റ്റൻ നമ്പർ 3, ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, ക്വസ്റ്റൻ നമ്പർ 4. The magnetic field of an electromagnetic wave is given by, okay, magnetic field is root 3 by 2 I cap plus 1 by 2 J cap into 30 sine omega t minus Z by C എന്ന് പറയുന്നത്, that's fine, it's omega t. ആ ഒമേഗ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ ബൈ സി, ഒമേഗ ബൈ സി എന്ന് പറയുന്നത് കെ ആണ്. ഒമേഗ ബൈ കെ വെലോസിറ്റി ആണ്. സോ ഇറ്റ് ബിക്കംസ് കെ സെറ്റ്. നമ്മളൊന്ന് ഡിസ്റ്റർബ് ആക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ തന്നിട്ടുള്ളത്. ഓക്കെ, സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ്, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ വരിക? ഇത് നമ്മളെ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റ് ഒക്കെ വരുന്ന സാധനമാണ്. സോ അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. കോംപ്ലക്സ് നമ്പർ പോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജസ്റ്റ് കോംപ്ലക്സ് നമ്പർ ആക്കണ്ട, IJ ഒക്കെ മാഗ്നിറ്റ്യൂഡ് എടുക്കാൻ നമുക്കറിയാം. സ്ക്വയർ റൂട്ട് ഓഫ് 3/4 പ്ലസ് 1/4 1 വരും. സോ ചുരുക്കി പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 30, ഡയറക്ഷൻ യൂണിറ്റ് വെക്ടർ ആണിത്. ഓക്കെ, ദ കറസ്പോണ്ടിങ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ SI യൂണിറ്റ്സ് ഈസ് കറസ്പോണ്ടിങ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ചോദിച്ചാൽ E0 by B0 ഈക്വൽ ടു C ആണ്. ദാറ്റ് മീൻസ് E0 is equal to B0 into C. അതായത് 30 into C. That is fine. Now what about the direction? ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാ? ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ, the velocity is along, ഈ കാണുന്ന ഇവിടെ നമുക്ക് മനസ്സിലാവും, velocity along positive Z direction. So Z directionലാണ് വെലോസിറ്റി. മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് XY പ്ലെയിനിൽ ഇതാ ഈ കാണുന്ന യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷനിലാണ്. അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെലോസിറ്റി ഉള്ളത്. അത് Z ഡയറക്ഷനിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും XY പ്ലെയിനിലായിരിക്കണം.
ഓക്കെ, അതായത് സോ ലെറ്റ്സ് സേ ഇതാണ് എക്സ് വൈ പ്ലെയിൻ എങ്കിൽ, സോ ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഈ കാണുന്ന z ഡയറക്ഷനിലാണ് വെലോസിറ്റി. അപ്പോൾ ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിക്കൊണ്ടുള്ള ഒരു ഡയറക്ഷനിലായിരിക്കണം എന്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവേണ്ടത്. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്കറിയാം, വെലോസിറ്റി ഡയറക്ഷനും അറിയാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് വെലോസിറ്റി അത് സൈക്ലിക് ആയിട്ടാണ് റൈറ്റ് ഹാൻഡ് സിസ്റ്റം ഉണ്ടാവുക. ദാറ്റ് മീൻസ് ബി ക്രോസ് വി ഈസ് പാരലൽ ടു ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് കിടക്കുന്നത് √3i √3/2i പ്ലസ് 1/2j. ക്രോസ്, അത് ക്രോസ് ചെയ്യുക ഏതായിട്ട് വെലോസിറ്റിന്റെ ഡയറക്ഷൻ വിച്ച് ഈസ് പ്ലസ് k ക്യാപ്. അപ്പൊ കിട്ടുന്ന സാധനം √3/2 i ക്രോസ് k is minus j plus 1/2 j cross k is I. So this is actually 1/2 I minus √3/2j. So ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നോക്കണേ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു അതിന്റെ ആംപ്ലിറ്റ്യൂഡ് 30c, ഡയറക്ഷൻ 1/2i minus √3/2j, പിന്നെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്ന സൈനസോയ്ഡൽ ടേം വിച്ച് ഈസ് sin ωt minus kz. യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളോം വരും. ഓക്കെ, സോ ഓപ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ 30c നിങ്ങൾക്ക് ഇവിടെ 30c കാണാം, സൈനിന്റെ കൂടെ ഒരു സി കിടക്കുന്നുണ്ടല്ലേ, 30c അത് എല്ലാത്തിലും ഉണ്ട്. പിന്നെ അത് കോസ് ആണ്, അപ്പോൾ നമുക്കത് ഒഴിവാക്കാം. ബാക്കിയുള്ള എല്ലാം സൈനാണ്. സൈനിന്റെ ഉള്ളിലുള്ളതിൽ ωt minus z/c വരുന്നത് മാത്രം എടുത്താൽ മതി, പ്ലസ് വരുന്നത് ഇത് ഒഴിവാക്കാം. സോ നമ്മൾ കോസ് വരുന്നത് ഒഴിവാക്കി, ഇത് ഒഴിവാക്കി, പിന്നെ 30c സൈൻ അതിൽ പ്രശ്നം. ഓക്കെ, ഇവിടെയും പ്ലസ് ആണ് വരുന്നത്, ഫൈൻ, അപ്പോൾ അത് ഒഴിവാക്കി. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഈ കാണുന്ന യൂണിറ്റ് വെക്ടർ 1/2i minus √3/2j 1/2i minus √3/2j 30c sin. So the right answer is option 1. Question number 4, correct answer is option 1. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നല്ല കെയർഫുൾ ആയിരിക്കണം. ഇല്ലെങ്കിൽ ആ ഓപ്ഷൻസ് നോക്കുന്നിടത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ, പ്ലസ് ആണോ മൈനസ് ആണോ ഐ ആണോ ജെ ആണോ സി ഉണ്ടോ ഇല്ലേ സൈൻ ആണോ കോസ് ആണോ, ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. സോ നമുക്ക് ആൻസർ കിട്ടിയാൽ പോലും വളരെ കെയർഫുൾ ആയിരിക്കണം ഓപ്ഷൻസ് വാച്ച് ചെയ്യുന്ന സമയത്ത്. മൂവിങ് ഓൺ, the electric field of an electromagnetic wave in free space is given as, okay, ഇത് വേറൊരു കോലത്തിലാണ് തന്നിട്ടുള്ളത്. ലെറ്റ് മീ അതിങ്ങനെ സെപ്പറേറ്റ് ആക്കി പുറത്തേക്ക് എടുത്ത് എഴുതാൻ ഞാൻ, എന്നാലേ ഇപ്പോൾ അത് മനസ്സിലാവുള്ളൂ. ദ അസോസിയേറ്റഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടെസ്ല. സോ ഇലക്ട്രിക് ഫീൽഡ് വന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡാണ് ചോദിക്കുന്നത്, പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് തന്നിരിക്കുന്ന കോലം അത്ര സുഖമുള്ളതല്ല. 57 ആണ് ആംപ്ലിറ്റ്യൂഡ്. കോസിൻ്റെ ഉള്ളിൽ 7.5 into 10⁻�60 എന്ന് വെച്ചാൽ അതാണ് ഒമേഗ. സോ വാട്ട് ഈസ് ഒമേഗ? 7.5 into 10⁻6 minus 5 into 10⁻³ into 3x plus 4y. കഴിഞ്ഞില്ല. ഇനി ഒരു വെക്ടറും 4i minus 3j ന്യൂട്ടൺ പെർ കൂളോം. ഓക്കെ, സോ എന്തൊക്കെയാ പറഞ്ഞുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ഒമേഗ. നൗ ഈ കാണുന്നതിൽ സാധാരണ ഇപ്പോൾ നമ്മൾ kx അല്ലെങ്കിൽ ωt minus kx അല്ലെങ്കിൽ ky kz എന്നൊക്കെ നമ്മൾ സാധാരണ കാണാറുള്ളൂ. അതിൻ്റെ അർത്ഥം ദേ ആർ പ്രൊപ്പഗേറ്റിംഗ് അലോങ് ദ ആക്സിയൽ ഡയറക്ഷൻ അല്ലെങ്കിൽ ആക്സിസ്, അതായത് കാർട്ടീഷ്യൻ പ്ലെയിനിലെ അല്ലെങ്കിൽ 3 ഡയമെൻഷനിലെ XYZ ആക്സിസിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിൻ്റെ ഡയറക്ഷനാണ് ഈ കിടക്കുന്നത്. ഓക്കെ, നമ്മൾ kx എന്ന് പറയുന്നതിന് പകരം ഈ k into 3x plus 4y എന്നുള്ള ഫോർമാറ്റിലാണ് കിടക്കുന്നത്. നൗ ഇത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ 4i minus 3j, അതൊന്നും യൂണിറ്റ് വെക്ടർ ആയിട്ട് പോലും അല്ല ഉള്ളത്. സോ അതൊക്കെയാണ് ഇഷ്യൂസ് ഉള്ളത്. ഇനി മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വേണം. സോ ഇവിടെ നിന്ന് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, വെലോസിറ്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്
ഈ എക്സ് വൈയുടെ കോയഫിഷ്യൻസ് എടുത്തു കഴിഞ്ഞാൽ യു ഗെറ്റ് എ വെക്റ്റർ 3i + 4j ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5. ഓക്കെ, അതാണ് വെലോസിറ്റിയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ. ഞാൻ വി ക്യാപ്പ് എന്ന് കൊടുക്കുന്നു. നൗ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് അത് ഈ കിടക്കുന്നതാണ്. ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ട് ഓസിലേറ്റ് ചെയ്യുന്നുള്ളൂ? 4i - 3j. അതിന് യൂണിറ്റ് വെക്റ്റർ ആക്കണമെങ്കിൽ അഗൈൻ മോഡുലസ് 5 ഉണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് രണ്ടും കൂടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. 3i 4i എന്ന് പറയുമ്പോൾ 3 × 4 12 വരും. 4 3 -3 ആണുള്ളത്, സോ അത് 12 വരും. സോ അത് ക്യാൻസൽ ആവും. ഡോട്ട് പ്രൊഡക്റ്റ് ഈസ് 0. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വെലോസിറ്റിന്റെ ഡയറക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്? സോ നമ്മൾ വൺസ് അഗെയിൻ EBV ആർ റൈറ്റ് ഹാൻഡ് സിസ്റ്റം ആണ്, മാഗ്നറ്റിക് ഫീൽഡിനാണ് വേണ്ടത്. സോ V × E ഹാസ് ടു ബി പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ നോക്കണേ, V × E അതായത് 3i + 4j ഡിവൈഡഡ് ബൈ 5 ക്രോസ് ഇലക്ട്രിക് ഫീൽഡ് 4i - 3j ഡിവൈഡ് ബൈ 5. ഇത് ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക? താഴെയുള്ള 25 അവിടെ നിർത്തിയിട്ട് 3i 4i ക്രോസ് പ്രൊഡക്റ്റ് 0 ആണ്. 3i - 3j, so 3 - 3 -9 വരും. I × j is k, so this is -9k. കഴിഞ്ഞില്ല. 4jയും -3jയും jയും കൂടെ പോകും, അതുണ്ടാവില്ല. പിന്നെ ഉള്ളത് 4 16, so +16. j × I, that is also -k. Okay, so this is equal to -9 - 16, which is -25k. So this is actually -k cap. Okay, that is the direction. ഇനി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഇത് തന്നെയാണ് വരിക. മാഗ്നിറ്റ്യൂഡ് B0 is equal to E0 by C. E0 by B0 = C ആണ്. So E0 by C. Now what is E0? അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ളത്, ഈ കാണുന്ന 57 ആണ് E0 എന്ന് വിചാരിക്കരുത്. 57 is there. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കൊസൈൻ്റെ ഉള്ളത് എന്തായാലും കുഴപ്പമില്ല. ദാറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ്. അത് ആംപ്ലിറ്റ്യൂഡിന്റെ ഭാഗമല്ല. എന്നാൽ ഇതിനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. സോ ദാറ്റ് മീൻസ് ദിസ് ഈസ് ആക്ച്വലി 57 × 5. ആ 5 ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന യൂണിറ്റ് വെക്ടർ ആയിട്ടല്ലുള്ളത്, അതിന് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. സോ ദാറ്റ് ഈസ് 5 ഡിവൈഡഡ് ബൈ C, 3 × 10⁸. ഓക്കെ, സോ ഇതാണ് B0, ഇതാണ് അതിൻ്റെ ഡയറക്ഷൻ. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ B0 ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ B0 is equal to 57 × 5 ഡിവൈഡഡ് ബൈ 3 × 10⁸. സൈൻ എന്നല്ലേ ഇരുന്ന അല്ല, കോസിലാണ്, അപ്പോൾ അതും ശ്രദ്ധിക്കണം. കോസ് ഒമേഗ 7.5 × 10⁶t മൈനസ് കെയുടെ വാല്യൂ 5 × 10⁻³ ഇൻറ്റു 3x + 4y. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ മാഗ്നറ്റിക് ഫീൽഡിനും ഇലക്ട്രിക് ഫീൽഡിനൊക്കെ സെയിം തന്നെ. ഇൻറ്റു അതിൻ്റെ ഡയറക്ഷൻ -k cap. ഓക്കെ, നൗ ഓപ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. വൺസ് അഗെയിൻ 57 3 × 10⁸ ഉണ്ട്. ഇതെല്ലാം കോസ് ആണ്. സോ അതിൽ ഇഷ്യൂ ഇല്ല. 7.5 × 10⁸ 10⁻60 -5 × 10⁻³ 3x + 4y 3x + 4y 3x + 4y. നൗ ഇതിലൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. എന്ന് വെച്ചാൽ കൊസൈനും ആ ടേമുകളും ഒക്കെ ഓക്കെയാണ്. അപ്പോൾ ഇനി മാഗ്നിറ്റ്യൂഡ്സ് മാത്രം നോക്കിയാൽ മതി. ഡയറക്ഷനും ഇവിടെ k cap, ഇവിടെ 5k cap, ഇവിടെ 5k cap. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആക്ച്വലി 57 ഡിവൈഡഡ് ബൈ 3 × 10⁸ കൂടാതെ ഒരു 5 ഉണ്ട്, -k cap ഉണ്ട്. ഈ കാണുന്ന മൈനസ് ഇത് 5 k cap എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 5 വേണം, 5k cap വേണം. ഈ മൈനസ് ഇവിടെ k capന്റെ കൂടെ ഉണ്ടായിരുന്ന മൈനസാണിത്, ഇവിടെ മൈനസ് ഇല്ല. സോ അതുകൊണ്ട് ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 5, ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ, സോ വളരെ വളരെ കെയർഫുൾ ആയിരിക്കണം. മൈനസ് ഉണ്ടോ ഇല്ലേ എല്ലാ ടേംസും കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഓഫ് ഫ്രീക്വൻസി
20 megahertz travels in free space along the positive x direction. The particular point in space and time, the electric field vector of the wave is. Electric field vector is 9.3 volt per meter. Then the magnetic field vector of the wave at that point is. In free space, speed of light E, simply E by B is equal to C. So magnetic field is equal to E by C. 9.3 into 10, sorry. 9.3 divided by 3 into 10 raised to 8. So 9.93 by 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.1 into 10 raised to minus 8 Tesla. So the correct answer for question number 6 is 3.1 into 10 raised to minus 8 Tesla. Right answer is option 2. അത് തന്നെയുള്ളൂ. പിന്നെ എല്ലാം സെഡിലാണെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും സെഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 7. 22nd January ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻ ആണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, ഇതും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും തമ്മിൽ നോക്കാം. പാരലൽ കപ്പാസിറ്റർ ഓഫ് ഏരിയ 16 centimeter square and separation between the plates 10 centimeter is charged by a DC current. Considering hypothetical plane surface of area A0 equal to 3.2 centimeter square inside the capacitor and parallel to the plates, at an instant the current through the circuit is 6 ampere. At the same instant the displacement current through A0, displacement current ഉള്ളതുകൊണ്ടാണ് EM waves പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ സംഭവം അത്രയേ ഉള്ളൂ. രണ്ട് പ്ലേറ്റ്, ഇതാണ് നമ്മൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഓക്കെ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഓഫ് ഏരിയ, ഇതിന്റെ ഏരിയ 16 centimeter square ആണ്. Separation between the plates is 10 centimeter. Charged by a DC current, so there is a current coming through it, coming towards it. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ആ പ്ലേറ്റിൽ നിന്ന് മറ്റേ പ്ലേറ്റിലേക്കുള്ള കറണ്ട് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ്. ഓക്കെ, സോ ദ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി ഓവർ ദാറ്റ് ഏരിയ. Okay, consider hypothetical plane of area A0. So ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഏരിയ എടുക്കാം, which is A0. That A0 is 3.2 centimeter square inside the capacitor parallel to the plates. രണ്ട് പ്ലേറ്റിനും പാരലൽ ആയിക്കൊണ്ട് തന്നെയാണ് ചെറിയൊരു ഏരിയ നമ്മൾ ഇമാജിൻ ചെയ്യുന്നതാണ്, ഹൈപ്പോത്തറ്റിക്കൽ ആണ്. ഓക്കെ, at an instant the current through the circuit is 6 ampere. ഈ കാണുന്ന കറണ്ട് 6 ampere ആണ്. At the same instant the displacement current through A0 is. Okay, ഇവിടെ ഒറ്റ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടുള്ളൂ. ഈ വരുന്ന 6 ആംപിയർ കറണ്ട് ഇല്ലേ, ഈ വരുന്ന 6 ആംപിയർ കറണ്ട് തന്നെയാണ് ഇതിലിങ്ങനെ യൂണിഫോം ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഈ മൊത്തം ഏരിയയിലൂടെ കടന്നു പോകുന്നത്. സോ ദാറ്റ് മീൻസ് ദ കറണ്ട് ത്രൂ A0 is equal to A0 divided by A into total current. ടോട്ടൽ കറണ്ട് യൂണിഫോം ആയിട്ട് ആ മൊത്തം ഏരിയയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിൽ എത്ര പാർട്ടാണ് നമ്മുടെ കൺസിഡർ ചെയ്യുന്ന ഏരിയ. സോ ദിസ് ഈസ് 3.2 centimeter square divided by 16 centimeter square into 6 ampere. 3.2 by 16 എന്ന് പറയുമ്പോൾ ആക്ച്വലി 5. സോ 6 by 5 ഇറ്റ്സ് 1.2 ampere. ഓക്കെ, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണേ. ഇത് മില്ലി ആംപിയറിലാണ്. ദാറ്റ് മീൻസ് ദിസ് ഈസ് 1200 milliampere. So the answer is 1200. Okay, so I think that's the end of the discussion. Yes, അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ നിന്നുള്ള ചാപ്റ്റർ റിലേറ്റീവ്ലി ചെറിയ ചാപ്റ്റർ ആണെങ്കിലും പല ഷിഫ്റ്റുകളിൽ അതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഇലക്ട്രോമാഗ്നറ്റിസം എന്ന് പറഞ്ഞ എൻ്റെ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് എല്ലായിടത്തും ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. 7 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഇപ്പോഴും കെയർഫുൾ ആയിരിക്കേണ്ട ക്വസ്റ്റ്യൻ എപ്പോഴും ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ തന്നിട്ട് അത് വെച്ച് മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിലുള്ള ഓരോ ഡയറക്ഷൻസും ഐ ക്യാപ്പ്, ജെ ക്യാപ്പും, കെ ക്യാപ്പും, നെഗറ്റീവ്സും, വാല്യൂസും, സൈന്, കോസ്, അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ശ്രദ്ധിക്കണം. വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.